തീരെ രസമില്ല. അമ്മ തൃശല്ല. അത് സുറുമയ്ക്കാ വെക്കുക. ചേട്ടനെ പറ്റി വലിയതായിരുന്നില്ല അല്ലേ? വെക്കില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ കാലമായില്ലേ ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു അടിപൊളി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഞാനും മിത്തുക്കുട്ടിയും കൂടി രാവിലെ PTM പോവാണ് കേട്ടോ, മിത്തുവിൻ്റെ സ്കൂളിൽ. അപ്പോൾ അതാ മിത്തു എന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ എന്നല്ല വീഡിയോ എടുക്കുക, മിറർ സെൽഫി. മിത്തുവിനെ കഴിഞ്ഞിട്ടുള്ള മിത്തു പ്രോ ആണ് കേട്ടോ ആ കാര്യത്തിൽ. അപ്പോൾ ഞാനും മിത്തും കൂടിയിട്ടാണ് പോണത്. രംഷേട്ടനില്ല, രംഷേട്ടൻ ഒരു പുതിയ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എവറി സാറ്റർഡേ ഇപ്പോൾ പാക്റ്റാണ്. അപ്പോൾ എവിടേക്കും വിളിച്ചാൽ വരില്ല. സാറ്റർഡേസ് ആയിരിക്കും മിത്തുക്കുട്ടിയുടെ മറ്റേ PTM കാര്യങ്ങളും. ഇവർക്ക് എല്ലാ മാസവും ഉണ്ടാവും കേട്ടോ PTM. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡ്രൈവിംഗ് പഠിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഞാൻ +1 പഠിക്കുമ്പോൾ പഠിച്ചതാണ് കേട്ടോ ഡ്രൈവിങ്. അതെനിക്ക് ഇപ്പോഴും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ സ്കൂളിൽ എത്തിയ സമയത്ത് അധികം ആളൊന്നുമില്ല. അപ്പോൾ അത് എവറി ടീനേജേഴ്സിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട്, മുഖത്ത് മുഴുവൻ പൗഡറാണ്, ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ഇതെനിക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ അറിയാം, പണ്ട് എൻ്റെ അമ്മേനെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ആ തള്ള വൈബായി. മിത്തു ആണെങ്കിൽ എന്നെ ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാ PTM ഈ സ്കൂളിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. മിത്തുവിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. പക്ഷേ മിത്തുവിന് ഇതൊന്നും കാണിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. എന്നാലും ഞാൻ പാവല്ലേ മിത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളും എവറി മന്ത് ഇപ്പോൾ 10th ശേഷം എല്ലാ മാസവും PTM ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സാണ്. CBSEക്കും എനിക്ക് തോന്നുന്നു CBSEൻ്റെ ICSEൻ്റെ ഇത് ICSE ടോപ്പേഴ്സാണ്. CBSEയിലും അത്യാവശ്യം 99.9 ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ICSE കുറച്ച് ടഫായതുകൊണ്ട് ഒരിക്കലും അത്ര സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ഓരോ ടീച്ചേഴ്സിനെയും കാണാൻ പോകാം. മിത്തുവിൻ്റെ 10th സ്റ്റഡി റൂട്ടീനും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി മിത്തുവിന് ഇതൊന്നും ഇഷ്ടമല്ല കാണിക്കാൻ. വീഡിയോയിൽ വരുന്നത് പോലും ഇപ്പോൾ ഇഷ്ടമല്ല എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ പ്രൈവസി ഒന്ന് മാനിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇടാത്തത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ മിത്തുക്കുട്ടിയുടെ PTM പോയി വന്നപ്പോഴേക്കും തന്നെ 10:30. എല്ലാ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കണ്ട് കുറേ നേരം അവിടെ സംസാരിച്ച് നമ്മളൊരു 8:30 പോയിട്ട് ഒരു 2 hours ഇരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നല്ല ഇഡ്ഡലി സാമ്പാറായിരുന്നു. രാവിലെ അറിയാലോ ഒരു ജഗ പോകാം. സാധാരണ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കുന്ന ദിവസമാണ് സാറ്റർഡേ ഒക്കെ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക, ഈ PTM കാര്യങ്ങളും രംഷേട്ടന് വരാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരക്കും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ലഞ്ച് ഉണ്ടാക്കാം. ഇന്ന് എനിക്കൊരു പ്രോപ്പർ ലഞ്ച് കഴിക്കാനൊരു കൊതി. ഞാൻ പറയില്ലേ, സാറ്റർഡേ സൺഡേസ് മാത്രമാണ് നമ്മളിവിടെ ലഞ്ച് ഉണ്ടാക്കുക. അതായത് ചോറ്, നാടൻ ഫുഡ്, ബാക്കിയൊക്കെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഇന്ന് എന്തോ ഒരു സദ്യയുടെ ഒക്കെ പോലെ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ക്യാബേജ് കുറേ കാലമായിട്ടോ തോരനൊക്കെ വെച്ചിട്ട് ഞാൻ ഓണത്തിന് വിഷുവിന് മാത്രമേ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് നമ്മുടെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാനൊരു കൊതി. അപ്പോൾ ഇത് ക്യാബേജ് ഇപ്പോൾ സുഖമാണ്, നമ്മുടെ ഈ ഒരു സംഭവമുള്ള കാരണം സ്ലൈസ് ചെയ്യാനും ഗ്രേറ്റ് ചെയ്യാനും. ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ടൊക്കെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇന്ന് ക്യാബേജ് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇൻസ്റ്റൻറ്റ് സേമിയ കേട്ടോ, കാരണം ഇനിയിപ്പോൾ സേമിയ വറുത്തതൊന്നും ഉണ്ടാക്കാൻ വയ്യ. ഇപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് വാങ്ങിച്ചു. കുറേ കാലമായി സേമിയ പായസം ഉണ്ടാക്കിയിട്ട്. പിന്നെ രസകാളൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. നമ്മുടെ ഗുരുവായൂരമ്പലം അതായിട്ടൊന്നും ഞാൻ കമ്പയർ പോലും ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ 7 ഇലത്ത് വരില്ല. പക്ഷെ എന്നാലും രസകാളൻ കഴിക്കാനൊരു കൊതി. പിന്നെ ഞാൻ പ്രോൺസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇതുവരെ എത്തിയിട്ടില്ല. ഇന്ന് അത് ഉച്ചയ്ക്കാണോ രാത്രിയാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് വേഗം ഉണ്ടാക്കാമായിരുന്നു വിചാരിച്ചു. പക്ഷെ അറിയില്ല, അത് എത്തിയിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ഷടപടേന്ന് പറഞ്ഞാൽ എല്ലാതും ഉണ്ടാക്കാം. അല്ല, ഇത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇടാം. ആ, ഫുള്ളിടണം. എന്നിട്ട് ഇങ്ങനെ ഒരു 15 മിനിറ്റ് ഇളക്കണം. രംഷേട്ടന്റെ ക്ലാസ് കഴിഞ്ഞ് ഇതാ എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ അതിനെ പറ്റി ഒന്ന് പറഞ്ഞോളൂ രംഷേട്ടൻ. ഞാൻ പറഞ്ഞ പോലെ എന്താ പറയാ, അല്ല കഴിഞ്ഞ അങ്ങനെയല്ല, എന്നാലും ഒരു ഡ്രീം സംഭവം അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ രംഷേട്ടൻ അങ്ങനെ IIT-യിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് കോഴ്സ്? ഇത് IIT-യുടെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്, AI സർട്ടിഫിക്കേഷൻ കോഴ്സ്. ഈ വർക്കിംഗ് പ്രൊഫഷണൽസിന് അങ്ങനെ ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോ ഇത് എൻട്രൻസ് എഴുതി കിട്ടുന്ന ആ കോഴ്സ് ഒന്നല്ല. അതിപ്പോ നമുക്ക് ഈ ഏജിൽ നമുക്ക് പറ്റൂല, ചെയ്യേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. ഇത് അല്ല ഞാൻ പറഞ്ഞതേ ഗ്രാജുവേറ്റ് ആവാനുള്ള. ഇത് നമ്മള് എന്താ വെച്ചാല് നമുക്ക് വർക്കിംഗ് പ്രൊഫഷനിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചേരാം. അപ്പൊ IIT ബോംബെയുടെ അവരുടെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു AI സർട്ടിഫിക്കേഷൻ. 10 വർഷം എക്സ്പീരിയൻസ് വേണം അല്ലേ?
അങ്ങനെയാണ് അവർ പറയാ 5 years 10 years പിന്നെ സീനിയർ മാനേജ്മെന്റ് മിഡ് മാനേജ്മെന്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ പിന്നെ ഫീസ് അത്യാവശ്യം നല്ല ഫീസാണ്. 6 മാസത്തെ കോഴ്സാണ്. ഡിസംബർ ജനുവരി ഒക്കെ ആവും പ്രൊജക്റ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും. അപ്പൊ അതാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. 6 മാസം എല്ലാ സാറ്റർഡേയും ക്യാമ്പസിൽ പോകണം. നമുക്ക് 2 പ്രാവശ്യം ക്യാമ്പസിൽ പോകണം. പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. ഫൈനലി രംഷേട്ടന് ഞാൻ ഇതിന്റെ മുന്നേ ഇപ്പൊ IIT ബോംബെ എന്നുള്ളത് എനിക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ബോംബെ എടുത്തത്. പക്ഷെ അതിന്റെ മുന്നേ ഞാൻ ഒരുപാട് ഇപ്പൊ ഈ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ കോവിഡ് ടൈമിലും അതിന് ശേഷമൊക്കെ ഞാൻ കുറെ ഇങ്ങനെ ജോയിൻ ചെയ്തോണ്ടിരിക്കുന്നു. ബ്ലാക്ക് ബെൽറ്റിന്റെ എടുത്തിട്ടുണ്ട്. അതല്ലാതെ പിന്നെ വേറെ കുറെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ എല്ലാവരോടും പറയാറുള്ളതാ, ലേണിംഗ് എന്നുള്ള ഒരു സംഭവം നമ്മളെ റിട്ടയർമെന്റിന്റെ ലാസ്റ്റ് ഡേ നമുക്ക് പോയിട്ട് എന്തെങ്കിലും ലേണിംഗ് ചെയ്യാം. അതിലൊരു ഇതും വരുത്തണ്ട. നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ ഞാൻ തന്നെ എനിക്ക് തന്നെ എല്ലാം നോളജ്, അങ്ങനെ ഒരു ദിവസം ഇല്ല ആർക്കും. പ്രത്യേകിച്ചും കോർപ്പറേറ്റില് കഴിഞ്ഞ ഒന്ന് ആലോചിച്ചു, കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നമ്മള് ഈ ജെമിനൈ ആയാലും ChatGPT ആയാലും നമ്മളെ ആക്ച്വൽ ഒരു സാധാരണ ഒരാളുടെ രീതിയിലേക്ക് നമുക്ക് എത്ര വ്യത്യാസങ്ങളാ. അതാണ് നമ്മുടെ പ്രൊഫസർ പറയായിരുന്നു, ഇതിന്റെ മുന്നേ ഉള്ള പല കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്യണത് ഒരു ടൂളിൽ വെച്ചിട്ടാവും. കോഴ്സിന്റെ ഇടയിൽ തന്നെ ആ ടൂള് ഔട്ട് ഓഫ് ആയി, പിന്നെ അടുത്ത ടൂള് വരുന്നു, കോഴ്സ് എൻഡ് ചെയ്യുന്നത് പുതിയ ടൂളാണ്. അത്രയും മാറ്റങ്ങളാണ് വരുന്നത്. ഒരു ടൂള് പോലും നമുക്ക് മുഴുവനായിട്ട് പഠിക്കാൻ പറ്റണില്ല. ഇപ്പൊ നമ്മൾ പറയണ ഈ ChatGPT ഇപ്പൊ ക്ലോഡാണ്. ഇപ്പൊ ക്ലോഡൊക്കെ നമ്മൾ പഠിച്ച് വരുമ്പോഴേക്കും ചിലപ്പോ അത് മാറിപ്പോവും, പുതിയ ടൂൾ വരും. അതെ, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു എന്താ പറയാ, കാലത്തും പഠിക്കണം. അതിപ്പോ വയസ്സാം കാലത്തൊന്നല്ല. നമ്മളൊക്കെ അറ്റ്ലീസ്റ്റ് ഫോർ മീ ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ ഇതൊക്കെ ഞാനൊരു ഇപ്പൊ ഞാനത് എന്റെ ഇൻട്രൊഡക്ഷൻ സെഷനിൽ ഞാൻ ഈ പ്രൊഫസറിനോട് പറഞ്ഞ കാര്യം ഇതായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പില്. അതായത് ഓക്കെ, ഒന്ന് എനിക്ക് പഠിക്കണം, എനിക്ക് മുന്നേറണം, എനിക്ക് അത് അങ്ങനെ ഒരു സംഭവം, അതൊരു പാർട്ട്. പക്ഷെ എനിക്ക് അടുത്തൊരു ജനറേഷന് സ്വപ്പം ഇത് ഈ ഒരു മോഡൽ എനിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ മിത്തു ആയാലും അതെ, അടുത്ത കുട്ടികളായാലും അതെ, നമ്മുടെ ഫാമിലിയിലും അതെ, കൊളീഗ്സ് ഒക്കെ പുതിയ പിള്ളേരൊക്കെ ഓഫീസിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർക്കും എനിക്കിതൊരു മോഡലായിട്ട് അടുത്ത ജനറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഞാൻ MBA കഴിഞ്ഞു, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അവിടെ ഒരു എൻഡ് ഇല്ല. അതൊക്കെ സ്റ്റാർട്ടിങ്ങാ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു മുന്നോട്ടുള്ള ഒരു ഇതുള്ളൂ. അപ്പൊ എനിക്കതൊരു സെറ്റ് ചെയ്യണം അടുത്ത ജനറേഷൻ എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട്. ഒരു കാര്യം പറയാറുണ്ട്, ആക്ച്വലി ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതൊരു രസമായി തോന്നുന്നുള്ളൂ. രംഷേട്ടൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ പിന്നെ ആരോ വന്നിട്ടുണ്ട്, ഇതിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. അപ്പൊ ഇത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. ഇവിടെ എന്നെ എല്ലാ തരത്തിലും ഉപദേശിക്കും. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് ഞാൻ ഈ ചെയ്യൂടെ പക്ഷെ അടിപൊളിയാണ്. രംഷേട്ടനും മിത്തും കൂടാ. ഓഫീസിലും ഞാൻ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു വെറുപ്പിക്കുന്നുണ്ടാവും ചിലപ്പോ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യും. സ്വപ്പ് പറഞ്ഞ പോലെ അത് യൂട്യൂബാണെന്നുള്ളത് മറന്ന്. ഞാനിത് മെയിൻ ആയിട്ട് പറയാൻ കാരണം എന്താ പറയുക, നമ്മളെ ലൈഫില് നമ്മള് അപ്ഡേറ്റ് ആയിട്ട് ഇരുന്നില്ല എന്നുള്ളത്. ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് ഇഷ്ടമില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും ഒരു ചാൻസ് തരും. ഞാൻ വല്ലപ്പോഴല്ലേ വരാറുള്ളൂ. കട്ടിക്ക് പൊട്ടിച്ചിട്ടിട്ടോ ഞാൻ അടുത്തത് പറയുമ്പോ അടുത്തത് ഇടാൻ നിൽക്കല്ലേ. അല്ല, എന്നിട്ട് അപ്പൊ ഈ സമയം കൊണ്ട് ഇതിരുന്ന് ആവൂലോ. ഞാൻ ചുമ്മാ പറഞ്ഞു. ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, 2 കാര്യങ്ങളുണ്ട്. നമ്മൾ പല ജോലിയും, നമ്മൾ വീട്ടിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ പറയും ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ ജോലി ചെയ്യേണ്ടത്, എന്ത് ജോലി ആയിക്കോട്ടെ. പക്ഷെ അപ്പുറത്തൊരു സ്മാർട്ട് വർക്ക് ഉണ്ട്. ഈ സ്മാർട്ട് വർക്കിന് നമ്മൾ അപ്ഡേറ്റഡ് ആയിരുന്നാലേ നമുക്ക് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് വീഡിയോസ് ഒന്നും ഇടാത്ത, ലോങ് വീഡിയോസ്. ഇപ്പൊ വീക്കെൻഡ് സൈക്ലിംഗ്, സ്വിമ്മിങ്, ഇതൊന്നും വീഡിയോസ് ഇടാൻ പറ്റില്ലല്ലോ. ജിമ്മ്, യോഗ, പിന്നെ മാത്രല്ല മിത്തു ട്യൂഷൻ, ക്ലാസ് ട്യൂഷൻ, വീഡിയോന്റെ കണ്ടന്റുകളല്ല ഒന്നുമില്ല. ഇപ്പൊ ഒരു പ്രത്യേക തരം എനിക്കാണെങ്കിൽ ഒരു മടുപ്പ് വയ്ക്കണോ ഒരേ തരത്തിൽ ഇങ്ങനെ എനർജി കൂടെ അല്ല, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്ത പോലെയൊക്കെ ഒരു അങ്ങനെയൊക്കെ ഒരു തോന്നൽ. സ്വപ്പുന്റെ എന്താ വെച്ചാൽ സ്വപ്പുന്റെ ആ മെയിൻ ഏരിയ ഫുഡ് അങ്ങോട്ട്
കുറച്ചിങ്ങനെ ഡിറ്റാച്ച് ആയപ്പോഴേ എന്റെ പ്രോൺസ് വന്നു. മെയിൻ ഏരിയ ഫുഡ് ഡിറ്റാച്ച് ആയി. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ എപ്പോഴും പോകാൻ പറ്റില്ല. മിത്തു ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയാലും മിത്തുവിനെ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ പോണത് ശരിയല്ല. പിന്നെ നമ്മുടെ ഒരു പ്രായം, നമ്മുടെ മൂഡ് സ്വിങ്സ്, നമ്മുടെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ നന്നായി ബാധിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ വിചാരിച്ച പോലെ എത്ര പട്ടിണിയുടെ തന്നെ തടിയും കുറയണില്ല. അല്ല ഞാൻ തടി കുറയേ. അങ്ങനെ കുറെ വെറുതെ അനാവശ്യ സ്ട്രെസ്സുകളൊക്കെയാണ് എനിക്കുള്ളത്. ഞാൻ പിന്നെ 3 കിലോ ഭ്രാന്ത. ഇവിടെ ബാക്കിയുള്ളവർ എങ്ങനെ കഷ്ടപ്പെട്ടിട്ടും കുറയില്ല. പിന്നെ എന്താ വെച്ചാൽ 40 വയസ്സായ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറയാൻ ബുദ്ധിമുട്ടാണ്, ഹോർമോണൽ പ്രോബ്ലംസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ എന്നെ ആശ്വസിപ്പിക്കാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ എനിക്കൊരു മൂഡ് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ ഒരു വ്ളോഗ് എടുക്കാൻ. എനിക്ക് തന്നെ തോന്നുന്നു ഒന്നുമില്ലല്ലോ എനിക്ക് ചെയ്യാൻ. വെറുതെ കുക്ക് ചെയ്യുക, മിഥുനെ ക്ലാസ് കൊണ്ടുവയ്ക്കുക. പിന്നെ ഞാൻ ചെയ്തിരുന്ന ഡാൻസ് പഠിക്കുന്നത് ഞാൻ നിർത്തി, ഒരാവശ്യമില്ലാതെ ഞാൻ നിർത്തി. അതിന് എനിക്ക് ഒരു എന്തോ പോലെ എനിക്ക് തോന്നുന്നത് ഡാൻസ് പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നത് രമേശേട്ടൻ. ഒരു ഡാൻസർ ആവാനെന്നല്ല, പക്ഷെ എന്തെങ്കിലും ഒരു സമാധാനം കിട്ടാൻ. പിന്നെ മെയിൻ സ്വിമ്മിങ് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ സ്വിമ്മിങ് ക്ലാസ്സിൽ ചേർന്നാല. പക്ഷെ ഈ പ്രായത്തിൽ എനിക്കത് പറ്റുമോ എന്നുള്ളത്, അല്ല കയ്യും കാലൊക്കെ പൊങ്ങോ എന്നുള്ളത്. ഇങ്ങനെ കയ്യും കാലും പൊങ്ങണില്ലേ? അപ്പൊ വെള്ളത്തിൽ പൊങ്ങും. വെള്ളത്തിൽ പൊങ്ങാൻ ഈസിയാണ്. അതെ, പറ്റുന്നില്ല. ഞാൻ നോക്കിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വിമ്മിങ്ങും ഡാൻസിങ്ങും തുടങ്ങിയാലോ. കാരണം നമ്മുടെ ലൈഫില് ഒരു എന്താ പറയാ, എനിക്കൊരു ചേഞ്ച് വേണം. ഭയങ്കരമായിട്ട് ചേഞ്ച് എനിക്കിപ്പോ ആവശ്യമാണ്. കാരണം ഞാൻ ശരിക്കും ഇതിന്റെ ഉള്ളിൽ അതായത് ഇവരൊക്കെ ഓഫീസിലെ സ്കൂളിൽ മുമ്പ് ആൾക്കാരെ കണ്ടെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും നിങ്ങളെ ഡയറക്റ്റ് കാണില്ലെങ്കിൽ വെറും മൊബൈലും ഈ വീടും ഇതിന്റെ ഉള്ളിലാവുമ്പോ എനിക്ക് തന്നെ ശ്വാസം. ജിമ്മിലാണെങ്കിലും ആരും ഉണ്ടാവില്ല. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ റീൽ അഡിക്ഷൻ ഒന്നല്ല. എനിക്ക് അങ്ങനെ എക്സ്ട്രോവേർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് ആളുകളെ അങ്ങനെ ഭയങ്കരമായിട്ട് പോയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറെ നേരം ഇരിക്കുമ്പോൾ ഇതിന്റെ ഉള്ളില് എന്തോ ഒന്നും ചെയ്യാത്ത പോലെ അങ്ങനെ ഒരു ഫീല്. വെറും യൂട്യൂബ് മാത്രമായി പോയോ എന്നൊരു ഫീല്, ഒരു എക്സ്ട്രാ ഒന്നും ഇല്ലാതെ ആയി പോയോ എന്നൊരു ഫീല്. അത് ഫേസ് ചെയ്യാതല്ല, അത് ഫുള്ള് എൻഗേജ്ഡ് ആണ് നീ. അതില് ഫ്രീ ടൈം അല്ല. നീ നിന്റെ ജോലിയിൽ ഫുൾ എൻഗേജ്ഡ് ആണ്. പക്ഷെ എന്താ പ്രശ്നം അറിയോ? നമ്മൾ ഒരേ ഒരു ജോലിയില് ഫുൾ ടൈം നമ്മൾ എൻഗേജ്ഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജോലിയോടെ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നും കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ എന്താ ചെയ്യേണ്ട അറിയോ? നമ്മള് ചെയ്യുന്ന ജോലി നമ്മളെ ഫുൾ ടൈം എൻഗേജ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം നമ്മൾ പാരലലി ആയിട്ട് റൺ ചെയ്യണം. അതായത് ഇപ്പൊ ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്, അതാണ് എന്റെ ജോലി. അത് ഇഷ്ടമാണോ ഇഷ്ടമില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഫിറ്റ്നസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, പെയിന്റിങ് ആയിക്കോട്ടെ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഒപ്പം ചെയ്യുമ്പോൾ എന്താ പറയുക, ലൈഫിൽ ഒരു കളർ ഉണ്ടാവും. ആ കളർ ഇപ്പൊ നഷ്ടപ്പെടും. എനിക്ക് തോന്നണം ഞാൻ കുറെ പേര് പറഞ്ഞിട്ട് ഈ 40+ അല്ലെങ്കിൽ 40 അടുക്കുന്ന ആളുകളൊക്കെ കുറെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീകള്. ഈ ഇങ്ങനത്തെ ഒരു അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ എന്തായാലും പറയാൻ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് തോന്നാറുണ്ട് ഈ യൂട്യൂബൊക്കെ നിർത്തി അതാണ് ഉള്ളത് കൂടി നിർത്തിയിട്ട് വനവാസത്തിന് സോഷ്യൽ മീഡിയ ബ്രേക്ക് ഭയങ്കരമായിട്ട് ആവശ്യമുള്ള പോലെ. അപ്പൊ ഇത് കാണുന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയ ബ്രേക്ക് എടുക്കാൻ സുഖമാണ്. പക്ഷെ ഇത് പൈസ കിട്ടുമ്പോൾ എനിക്ക് അത് എടുക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടി ഉണ്ട്. സോഷ്യൽ മീഡിയ ഒരു 5 വർഷം മുന്നുള്ള എന്തായിരുന്നു സോഷ്യൽ മീഡിയ, അതല്ല ഇന്നത്തെ സോഷ്യൽ മീഡിയ. ഒരുപാട് നെഗറ്റിവിറ്റിയുടെ കൂടാരായി മാറി. അപ്പൊ മിത്തു എന്റെ അടുത്ത് പറയണേ, അമ്മ എന്റെ സ്കൂളിലേക്ക് വന്നോളൂ ടീച്ചറായിട്ട് തിരിച്ചു കയറാമെന്ന്. പക്ഷെ ഞാൻ അത് ഒരു 8-9 വർഷമായിട്ട് ആ ഒരു സംഭവം വിട്ടു. ഇപ്പൊ എനിക്ക് ആകെ അറിയാവുന്നത് യൂട്യൂബ് മാത്രമാണ്. അപ്പൊ അത് വിടുക, പിന്നെ എനിക്ക് ആ പൈസ കളയാന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ വയ്യ. സന്തോഷം അതെന്ന് മാത്രമാണ്. ജോലി വിട്ടിട്ടല്ല ലൈഫില് ആനന്ദം കണ്ടെത്തുന്നത്. സത്യം. അപ്പൊ അത് കൂടുതൽ സ്ട്രെസ് ആവുമെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഈ ഡാൻസ് നന്നായിട്ട് അത്യാവശ്യം കളിക്കാൻ എല്ലാവരും നന്നായി കളിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് 2 വർഷമായിട്ട് ഡാൻസ് നിർത്തിയിട്ടുണ്ട്. ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് പോലും ഇല്ല. സാധാരണ യൂട്യൂബേഴ്സാണ് എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുക എന്നൊക്കെയാണ് പറയാം. പക്ഷെ എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ 24 hours മോട്ടിവേഷനൊക്കെ ആയിട്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ടോ എനിക്കറിയില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ ഇങ്ങനെ ലോ ഫേസിൽ പോകും. നമുക്കൊക്കെ ഇങ്ങനെ മടുത്തു, ഏത് ജോലിയാണെങ്കിലും അത് മതിയായി, വേറെ ഒന്നും ചെയ്യില്ല, അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഫേസിലാണ് ഞാനിപ്പോൾ. അതുകൊണ്ടാണ് 2 weeks ആയിട്ട് എനിക്ക് ഒന്നും ഇടാൻ തോന്നാറില്ല. അതൊരു സത്യം, ഒന്നും ഇടാൻ തോന്നാറില്ല യൂട്യൂബിൽ. മീൻസ് ഷോർട്സ് ഇടുമ്പോൾ എടുപ്പാണ്, മറ്റേ ലോങ് വീഡിയോ എടുക്കാൻ തോന്നാറില്ല. പിന്നെ എനിക്ക് എന്തോ ഒരു മൂഡ് വന്നു ലോങ് വീഡിയോ എടുക്കാൻ. എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് തോന്നി. കുറേ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചല്ലോ, അപ്പോൾ രമേശേട്ടൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അതാണ് ഞാൻ ഇന്നൊരു പായസമൊക്കെ വെക്കാൻ. ഇന്ന് മൊത്തത്തിൽ എനിക്കൊരു രസമുള്ള ഫീല് തോന്നി. ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകാൻ തോന്നുക, ചുമ്മാ വാങ്ങാനല്ല, ചുമ്മാ പോവാനും അങ്ങനെയൊക്കെ തോന്നാം. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ.
യെസ്, കാരണം നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ എന്നും ട്രാവൽ വ്ളോഗ് എന്തൊക്കെ സംഭവങ്ങളായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ അതൊക്കെ കാരണം നമ്മുടെ ഏജും നമ്മുടെ കുട്ടികൾ വളരുന്നതും കുട്ടികൾ പഠിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ അവരെ ചുറ്റിപ്പറ്റി കൂടെ ഫുൾ ടൈം അവരുടെ കൂടെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ആരോഗ്യം ഇതാവുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ അങ്ങനെ നമ്മുടെ വേറെ വേറെ മേഖലയിലേക്കാണ് ഈ വർഷങ്ങളായിട്ട് നമ്മുടെ വരുമ്പോൾ നമ്മൾ ചുരുങ്ങി പോകുന്നുണ്ട്. യെസ്, അപ്പം നമ്മളത് ഓവർകം ചെയ്ത് ഒക്കെ റെഡി ആക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താ, ഞാൻ വേഗം ഷടപടയെ പറഞ്ഞുണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ വിഭവങ്ങളും റെഡിയായി. പ്രോൺസ് കുറച്ച് ലേറ്റായി വരാൻ, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോൺസ് ഒരു ഫ്രൈ പോലെ ചെയ്യാം. ബാക്കി റോസ്റ്റിനൊന്നും സമയമില്ല. പക്ഷേ ഇത് കിഡിലനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ എന്തായാലും ഷോർട്സിലിടാം. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ പ്രോൺസ് വെച്ചാൽ. സോ നമ്മുടെ കറികളെല്ലാം റെഡിയായി. പ്രോൺസും അടിപൊളി പ്രോൺസ് റോസ്റ്റ്. ആഹാ, വെരി ഗുഡ്. രംഷയുടെ പ്ലേറ്റിംഗിൽ അടിപൊളിയാണ്. മുന്നേ ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ട് എത്രയോ വർഷം മുന്നേ. നമ്മൾ മറ്റേ റോസബെല്ലയിലായിരുന്ന സമയത്ത് ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിലെനിക്ക് ബിരിയാണിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. കുറേ പേരുണ്ടായിരുന്നു, കുറേ പേര് പല ടൈപ്പ് ഓഫ് സംഭവങ്ങളും ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ അതിൽ ബിരിയാണി ഉണ്ടാക്കാൻ അടിപൊളിയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിൻ്റെ പ്ലേറ്റിംഗ് രംഷേട്ടനാണ് അറേഞ്ച് ചെയ്തത്. ഫുള്ള് അടിപൊളി. അവർക്ക് ഭയങ്കര ഇഷ്ടം. ഇതുപോലെ ഇലയിലൊക്കെ വെച്ച് പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കി ചമ്മന്തി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പ്ലേറ്റിംഗ് രംഷേട്ടനെ ഏൽപ്പിക്കും. എന്നിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ഞാനിടും ചെയ്യും. ഇത് രണ്ടും ഉണ്ട്. ഇതെന്താ പറയുക, ഇതെനിക്ക് ഷോർട്സ് ഞാൻ ഉണ്ടാക്കി റെസിപ്പി കാണിക്കണ്ടേ, അപ്പൊ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ നമുക്ക് മനസ്സിലാക്കാം. അത് എപ്പോഴാവാം അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്സ് ആയിട്ട് കാണിക്കാം. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി രംഷേട്ടനോട്. വെറും പ്രോൺസ് ഇതും ഈ 2 പ്രോൺസും ഉണ്ട്. 2 ബാച്ചായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനൊരു ഇൻസ്റ്റാ റീൽസിൽ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും ഷോർട്സ് പോലെ ചുമ്മാ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസം ഓൾറെഡി 2 പേരും 2 ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞു. കാരണം ഭക്ഷണം 2:30 ഈ സമയം. അയ്യോ, മിക്കൊരു ട്യൂഷൻ പറയും. അപ്പോൾ വിശക്കുണ്ടവർ 2 പേരും പായസം അടിച്ച് കയറ്റിയോണ്ട് ഇപ്പോൾ വിശപ്പില്ലല്ലോ. ഒരു ചെറിയ സംഭവം. എൻ്റെ രസകാളൻ, അടിപൊളി രസകാളൻ. ഞാനിത് പക്ഷെ എനിക്കതെന്താ പ്രോപ്പർ രസകാളൻ അല്ലാത്തതുകൊണ്ട് എനിക്കത് ഷോർട്സ് അങ്ങനെ ഇടാൻ. കാരണം ഞാൻ തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു 10 വീഡിയോ 10 തരത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം മൊത്തത്തിൽ എനിക്ക് തോന്നിയൊരു തരത്തിൽ ഞാൻ ഉണ്ടാക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനതൊരു ഒത്തൻറ്റിക് റെസിപ്പി അല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ ഇട്ടിട്ട് നിങ്ങൾ പറയണ്ടല്ലോ ഇതല്ല രസകാളൻ എന്ന് വെറുതെ പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ക്യാബേജ് ഉപ്പേരി ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചൊരു ചോറ്റും പാത്രം ആക്കാം. എനിക്ക് എന്തോ അയ്യോ എൻ്റെ ചോറ്റും പാത്രം ഇവിടെ ആകാതിരിക്കും. ചോറ്റും പാത്രത്തിൽ കഴിക്കാമോ, അതൊരു ഷോർട്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ചോറ്റും പാത്രത്തിൻ്റെ മെയിൻ 2 സാധനം, ഒന്ന് ഓംലെറ്റും ഒന്ന് ചമ്മന്തിയാണ്. അത് രണ്ടൊന്നും ഉണ്ടാക്കാൻ വയ്യ. ഓൾറെഡി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോറ്റും പാത്രം ഒരു ദിവസം ചോറ്റും പാത്രത്തിൽ കഴിക്കാം അല്ലേ. എനിക്കങ്ങനെ ഭയങ്കര ചോറ്റും പാത്രം മെമ്മറി ഒന്നുമില്ല. രംഷേട്ടനുണ്ടാവും. കാരണം എനിക്ക് ചോറ്റും പാത്രത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ദൂരത്ത് പഠിച്ചിരുന്ന രാവിലെ 7:30 പോകേണ്ട കാരണം എപ്പോഴും അമ്മ ദോശ ഇഡ്ഡലി രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ചോറ്റും പാത്രം. ചപ്പാത്തി പോലും ആവില്ല. എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. പിന്നെ അല്ലെങ്കിൽ ചമ്മന്തി തൈര്. ഞാൻ പറയാം അന്നൊന്നും എനിക്ക് തൈരും ആ മണം എനിക്കിഷ്ടമല്ല തൈരിൻ്റെ തുറക്കുമ്പോൾ. അപ്പോൾ എനിക്ക് തൈര് അച്ചാറ് പറ്റില്ല. എനിക്ക് ചോറിന് എപ്പോഴും കൂട്ടാൻ വേണം. ഇപ്പം പിന്നെ ഓക്കെ, പക്ഷെ എന്നാലും ചോറിന് കൂട്ടാനില്ലാതെ ഭക്ഷണം കഴിക്കാം. ചമ്മന്തി അന്ന് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ചമ്മന്തി തൈരൊക്കെ നല്ല ഇഷ്ടമാണ്. ഓരോ കാലത്ത് ഓരോ പ്രാന്താണ്. അപ്പോൾ ഇതാരാണ് ഈ നേരത്ത് ഉറങ്ങാത്ത വീട്? സത്യം, ഇത് വേറൊരു കഥയാണ്. എൻ്റെ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഓർഡേഴ്സ് കാരണേ പണ്ടൊക്കെ കോളിംഗ് ബെൽ അടിച്ച് ഇവർ 2 പേരും തുറന്നിരുന്നു. ഇപ്പം ഇവർ മിത്തുന്ന ഏരിയക്ക് ലാമ്പയുടെ ഒരു ഡ്രസ്സ്. ഈ വീട്ടിൽ കോളിംഗ് ബെല്ല് കണ്ടുപിടിച്ചത് ആര്? കാരണം രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളതല്ലേ. അപ്പം മിത്തുവിനൊക്കെ പ്രാന്താണ് കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടാ. അപ്പം രംഷേട്ടനെ ഏത് ചില ദിവസമൊക്കെ 11:30 വരും. ഒരു രംഷേട്ട ചീത്ത പറയാറ് ഉറങ്ങണ സമയത്ത് പോലും നിന്റെ ഒരു ആമസോൺ മിത്ര. അപ്പം അതാണ് ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള വീടേ അത്ര നല്ല രസമാണ്. അപ്പൊ രംഷേട്ട ഭയങ്കര ഇതൊരു ദേഷ്യമാണ്. കാരണം 24 hours ഇത് അടിച്ചും കൊണ്ടിരിക്കും അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ അപ്പോൾ എനിക്ക് നല്ല ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ചോറ്റും പാത്രത്തിൽ ഇത്രയൊന്നും രാവിലെ ആവില്ല, ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ രാവിലെ ഞാൻ ദോശ കഴിക്കും. വൈകുന്നേരം 5 മണിക്ക് വീട്ടിൽ വരുമ്പോൾ ചോറ് മീൻ കറിയൊക്കെ ഇട്ട് തട്ടി വിടും. അതാണ് എൻ്റെ ചോറ്റും പാത്രത്തിൻ്റെ ഓർമ്മ. പക്ഷെ ഞാൻ സ്വന്തമായി ചോറ്റും പാത്രം അതുപോലെ പൊതിച്ചോറ് സ്കൂളിലേക്ക് അങ്ങനെ പൊതിച്ചോറും തന്നെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ ട്രെയിനിലൊക്കെ നമ്മൾ പണ്ട് വന്നിരുന്നപ്പോഴാണ് പൊതിച്ചോറ്. ഞാൻ തന്നെയാണ് ഇതൊക്കെ എൻ്റേതായ നൊസ്റ്റുമാക്കി ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. കാരണം
എനിക്കൊക്കെ നല്ല ഓർമ്മ. രമേശേട്ടനൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവും. മോര് കൂട്ടിയിട്ടുള്ള നമ്മുടെ നെല്ലുത്തരിയുടെ ചോറ് മോര് കൂട്ടിയിട്ട് ഒരു പ്രത്യേക മണ. അത് ഉച്ചയാകുമ്പോഴേക്കും ഒരു പ്രത്യേക മണം ഉണ്ടാവും. അതിന്റെ മുകളിൽ ഒരു ഓംലെറ്റ് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടാവും. പിന്നെ കടുമാങ്ങ അച്ചാറും. അതങ്ങോട്ട് തുറക്കുമ്പോ ഉച്ചക്കുണ്ട്. അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്നവരൊക്കെ നോക്കും. ആ കോമ്പിനേഷൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചോറ് എന്നുള്ള സാധനം ഞാൻ കൊണ്ടുപോകാത്തത്. എനിക്ക് നല്ല കൂട്ടാനും ഉപ്പേരി മീൻ വറുത്തതൊക്കെ വേണം. നമ്മൾ സ്കൂളിലേക്കൊന്നും ആരാന്നൊക്കെ പണ്ടൊക്കെ മീൻ വറുക്കാൻ. ഏതായാലും ഓണം വരില്ലേ, പോയിട്ട് പരിശീലിച്ചത്. ഇത് ഇന്നാവോ പകുതി ഞാൻ കഴിച്ചിട്ട് ഫുള്ള് വെക്കണോ? അങ്ങനെ തട്ടിക്കൂടി. രസമില്ല. ഇത് ഫുൾ തട്ടാനാ ഞാൻ പറഞ്ഞതേ. ഇത് ആർക്കിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ്. അല്ലല്ല, എനിക്ക് എന്റെ ഒരു സന്തോഷത്തിനാണ് ചെയ്യുമ്പോ ഒരു ആത്മാർത്ഥത്തോട് ചെയ്യണ്ടേ. ഉപ്പ് ഇത്തിരി കൂടുക, ഇത്തിരി ഉപ്പ് കൂടി. സൂപ്പർ. ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാം. ഇതേപോലെ ഹോട്ടലിൽ പ്ലേറ്റ് ചെയ്ത് വെച്ചപ്പോലെ. ഇതിന് മുകളിൽ 2 ഉള്ളി ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അങ്ങനെ വെക്കുമ്പോൾ കൂടി ഒന്നുകൂടി ഭംഗി ഉണ്ടാവില്ലേ? ഇല്ല, ചെമ്മീനിൽ ആരും ഉള്ളി വെക്കില്ല. കറിവേപ്പില എങ്ങനെ വെക്കും? ഒരു മറ്റേ റൗണ്ടിൽ ഇങ്ങനെയുള്ള 2 വള വേണ്ട. അത് വേണം. അത് സുറുമയ്ക്കാ വെക്കാ. ചേട്ടനെ പറ്റി വലിയ ധാരണയില്ല. ലഞ്ച് ഈസ് റെഡി. രമേശേട്ടൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഹായ് സൊപ്പോ നല്ല മണം വരണു, നല്ല കൂട്ടാൻ്റെ ഉപ്പേരിൻ്റെയും മണക്ക് വരണം. പപ്പടും അച്ചാറും ഇവിടെ ഉണ്ട്, പക്ഷെ എടുക്കുന്നില്ല. രമേശേട്ടൻ മിത്തും അച്ചാറ് കൂട്ടില്ല. പിന്നെ എനിക്കായിട്ട് തുറക്കാൻ വയ്യ, മടി. പപ്പടം പിന്നെ വെറുതെ കാച്ചണില്ല, എണ്ണ. അതുകൊണ്ട് പ്രോൺസ് കറിയും ചോറൊക്കെ ഉണ്ട്. ഞാൻ നല്ലൊരു ഉറക്കം പാസ്സാക്കി. മിത്തുക്കുട്ടി, മിത്തസ്, മിത്തു പാവം ട്യൂഷനൊക്കെ പോയി. ഇതാ നേരെ മിത്തുവിൻ്റെ ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ രമേശേട്ടൻ ഞാൻ വേഗം എണീറ്റ് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ മിത്തുവിനെ പിക്ക് ചെയ്ത് ഇപ്പം എങ്ങടാ പോകണം? നമ്മൾ സീവുഡ്സ് മോളിൽ ഒന്ന് കറങ്ങാൻ. നല്ല മഴ കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ ഇന്ന് മുതലൊരു മഴ ഉണ്ട് അല്ലേ? ആദ്യത്തെ ഒരു പ്രാന്ത് പിടിച്ച മഴ മാറിയിട്ട് പിന്നെ ഒരാഴ്ച മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ മുതൽ മഴ തുടങ്ങി. ആഹാ, നല്ല മഴയല്ലോ, വീക്കെൻഡ് മഴ. അപ്പം ഞങ്ങൾ ഇന്ന് സീവുഡ്സ് മോളിൽ പോകാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ. ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസമായി എൻ്റെ ഒരു സന്തോഷമൊക്കെ രമേശേട്ടൻ സങ്കടം മാറ്റാൻ വേണ്ടി, ബോറടി മാറ്റാൻ വേണ്ടി ഞങ്ങൾ മോളിലേക്ക് പോവാണ്. ഷോപ്പിങ്ങിൽ പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഷോപ്പിംഗ് ചെയ്യണം എന്നൊന്നുമില്ല. അത് മാത്രമല്ല, ഷോപ്പിംഗ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കാം എന്നിങ്ങനെ വിചാരിച്ചു. മോളിലാണ് ഈ മഴയത്ത് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ മിത്തുവിനും ഒരു റിലാക്സേഷൻ. ഇന്ന് PTM ഒക്കെ കഴിഞ്ഞ് നല്ല നല്ല മാർക്കും പിന്നെ എന്താ പറയുക, നല്ല അഭിപ്രായങ്ങളൊക്കെ അല്ലേ മിത്ത് കേട്ട സ്ഥിതിക്ക് ഒരു ഹാപ്പി ആയപ്പോൾ വിചാരിച്ചിരുന്ന മിത്തുവിന്. കാരണം മിത്തും കുറേ ആയി പുറത്തേക്കൊക്കെ, പുറം ലോകം മിത്തു കണ്ടിട്ട്. അപ്പോൾ ഒന്ന് റിഫ്രഷ് ആവാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. മിത്തു സാധാരണ വാട്ടർഫോൾ, നമ്മൾ ഇവിടുത്തെ വാട്ടർഫോളൊക്കെ കണ്ടപ്പോഴൊന്നും മിത്തു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എവിടേക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്ക് മോളിലൊക്കെ പോകാം, ഒന്ന് എൻജോയ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ മഴയത്ത് ഇങ്ങനെ പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളെപ്പോഴും ട്രാവൽ ചെയ്തിരുന്നവർ, നമ്മുടെ വ്ളോഗ് കാണുന്നവർക്കറിയാം, നമ്മളെല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ എവിടെ ഒന്നല്ലെങ്കിൽ ലോണാവാലെങ്കിലും പോയിരുന്നവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചായിട്ട് നമുക്കങ്ങനെ പോകാൻ പറ്റുന്നില്ല. എന്നാലും നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ തന്നെയാണ്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു റിഫ്രഷ്മെൻറ്റ് എന്നുള്ള പോലെ എല്ലാ ആഴ്ചയും പുറത്ത് പോകുക എന്നുള്ളതൊക്കെ നിന്നപ്പോൾ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രസം കേട്ടോ. അപ്പം ഇതൊക്കെ ന്യൂ ഹെയർ സ്റ്റൈലാണ് രമേശയുടെ കുൻഫു പോലിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ട്രാപ്പ് വാച്ചിൻ്റെ വാങ്ങാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ഷോപ്പിംഗ് പോലെയൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുക. അപ്പോൾ അസോട്ടെ എന്ന് പറഞ്ഞ സീവുഡ്സ് മോളിൽ ഇഷ അംബാനിയുടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അതിന് വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ 1-2 കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ്, അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. ഒന്നും എടുത്തിട്ടില്ല, ചുമ്മാ നോക്കാൻ വേണ്ടി മാത്രം പോയതാണ്. നോക്കി വെച്ചിട്ട് വേണം ബാക്കി നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യണോ ഇവിടെ വന്ന് വാങ്ങണോ അങ്ങനെയൊക്കെ തീരുമാനിക്കുക. എന്ത് ഭംഗിയുള്ള ലെഹങ്കയായിരുന്നു. നല്ല വില കേട്ടോ, 10,000 താഴെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നല്ല ഹെവി വർക്കാണ്, അതും പറയാനല്ല. അങ്ങനെയല്ല, ഉൾട്ടാ ഉൾട്ടന്നെയാണ്. ഫെയർവെല്ലിന് സാരി നോക്കുക. അങ്ങനെയാണ് കണ്ട, ഇങ്ങനെയാണ്. രസമുണ്ടല്ലേ ടേസ്റ്റ്. ഫെയർവെല്ലാവട്ടെ. ലൈറ്റ് ആ ഡിസൈൻസ് ഭംഗി. ഈ സാരി എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്.
ഇപ്പം തൃശ അടുത്ത് ഇട്ടിട്ട് വൈറലാക്കിയ ഒരു കളറാണിത്. ഈ ഒരു ഇത് പ്യോർ ബനാറസിയിൽ വരുന്നതാണ്. നല്ല വില ഉണ്ട്, പക്ഷെ നല്ല ലൈറ്റ് വെയിറ്റ്. നല്ല ഭംഗിയുണ്ടല്ലേ? പക്ഷെ ഈ കളർ ഭംഗിയുണ്ട്. തീരെ രസമില്ല, ഈ ഭംഗിയില്ല, ഒരു രസമില്ല. നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു രസമില്ല അല്ലേ? അതൊന്നും രസമില്ല. അവനക്ക് ഇത്ര ബ്രൈറ്റ് ഒക്കെ എന്താണിത്? പേസ്റ്റിൽ അവൻ്റെ പേസ്റ്റെല്ലാം ഭംഗി. അവൻ എന്ത് രസം പേസ്റ്റെല്ലാം. ഈ ഗ്രീൻ ഇട്ടിക്ക് ഈ ബ്ലൂക്ക് ഇഷ്ടമായി. നല്ല വെളുപ്പായിട്ടുണ്ട്. അമ്മ തൃശല്ല, അമ്മ അതിനേക്കാളും വലുതാണ്. അങ്ങനെ പക്ഷെ നല്ല രസമുണ്ട്. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറാണ്. ഇതാണോ മറ്റേ ബ്ലൂ ആണോ രസം? ഇപ്പം ഈ പേസ്റ്റൽ കളേഴ്സിനോട് പേസ്റ്റെല്ലാം രസം. എനിക്കാണെങ്കിൽ ബ്രൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടം. റെഡ് ഇട്ടിട്ട് മടുത്തു എനിക്കിനി ഒരു പേർപ്പിൾ ഷെയ്ഡോ അങ്ങനെയൊക്കെ നോക്കണം. ഫാബിൻ്റെ അടിപൊളിയാട്ടോ. എനിക്ക് അവിടുത്തെ കളക്ഷൻ ഭയങ്കര ഇഷ്ടം. पल्लू दिखाने का पैसा लगेगा, अभी फोटो नहीं है मेरे में। आपको खुद को देखना तो इस तरफ मेरे रेंज है ना, मतलब हम लोग को स्टार्टिंग रेंज है। आप साड़ी तो ज़्यादा टाइम पहनेंगे नहीं, मतलब कभी रेयरली। എത്രയായാലും എനിക്കില്ലേ അവസാനം കണ്ടുപോയി ഈ കളറിലാണ്. എന്താണെന്നറിയില്ല, ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കളറിൻ്റെ ഒരു ഭംഗി നല്ല ഭംഗിയുണ്ട് കേട്ടോ. രസമുണ്ട് ഈ കളർ അല്ലേ? നല്ലൊരു ക്ലാസ്. അമ്മ ലക്ഷ്മണയുടെ കല്യാണത്തിന് ഈ കളർ എടുത്തിക്കണേ. അതങ്ങനെ എടുക്കുള്ളൂ, പക്ഷെ നല്ല ക്ലാസ്. ഈ ഫാബിൻ്റെ സാരികൾ ഇഷ്ടം. ഭയങ്കര ക്ലാസ് ആയിരിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തേക്കോ വേറെ എന്തിനെങ്കിലും ഒക്കെ എടുക്കാം. ഭയങ്കര ഹെവി കാഞ്ചീപുരം ഇതൊക്കെ എടുക്കുമ്പോൾ പിന്നെ നമുക്ക് യൂസ് ഇല്ല. അതാണ് ഇപ്പോൾ ലക്ഷ്മിയുടെ കല്യാണത്തിന് എടുത്ത ഡ്രസ്സ് പിന്നെ ഞാൻ ഇട്ട്, കാരണം പിന്നെ ഒരു കല്യാണത്തിന് ഇടാൻ പറ്റില്ല. പിന്നെ ഒരു കല്യാണം നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്യില്ല. പക്ഷെ ഇത് കണ്ടോ, ഇങ്ങനത്തെ ആകുമ്പോൾ നല്ല രസമുണ്ട്. കൺഫ്യൂഷൻ കുറേ സ്ഥലത്ത് പോകാണ്ട്. അത് ഞാൻ ഇപ്പോഴേ തുടങ്ങിയത്. നല്ല ഭംഗിയല്ലേ? അമ്മമാർക്കൊക്കെ സൂപ്പറാണ്. അമ്മമ്മയ്ക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അമ്മമ്മയ്ക്കൊക്കെ എടുത്തു കൊടുക്കട്ടെ. ഒരു സാരി പ്രാന്തത്തി വന്നിട്ടുണ്ട് ഇവിടെ. സാരി കൊടുക്കണത്ര ഓരോ പ്രാന്ത്. ഈ പ്രായത്തിലൊരു സാരി കൊടുക്കണ്ട, എനിക്ക് ഇഷ്ടമല്ല. വലുതാകുമ്പോൾ സാരി കൊടുക്കാൻ പറ്റില്ല. ഈ പ്രായത്തിൽ നല്ല കുട്ടിയുടുപ്പൊക്കെ ഇട്ട് നടന്നത് അല്ല. ഈ മിത്തുനിപ്പോൾ ഒരു സാരി പ്രാന്ത്. കുറ്റം പറയാൻ പറ്റില്ല. പണ്ട് നമുക്കും അങ്ങനെയല്ലേ, ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് സാരി ഉടുക്കണം എന്നാവും. പക്ഷെ വലുതാവുമ്പോൾ നമുക്ക് തോന്നും ഈ സമയത്തല്ലേ നല്ല ഉടുപ്പുകളൊക്കെ ഇടാൻ പറ്റുള്ളൂ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ കുട്ടികളിങ്ങനെ. ചെറിയ കുട്ടികളൊക്കെ സാരി ഉടുപ്പിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഓരോ കുറേ ഇതിലൊക്കെ. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം. കാരണം സാരി ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും സാരി ഉടുത്താൽ അതിലേ ഭംഗിയുണ്ടാവുള്ളൂ. ആ സമയത്ത് നമുക്ക് ധാവണി, ഇപ്പം ഞാൻ ഈ പ്രായത്തിൽ ധാവണി പട്ടുപാടിയൊക്കെ ഉടുക്കാം. പക്ഷെ എന്നാലും ആ ഒരു ചുറുചുറുക്കിൻ്റെ പ്രായത്തിലുള്ള അതിനൊരു രസം ഉണ്ടാവില്ല. അപ്പം ഞാൻ മിത്തിനോട് പറയായിരുന്നു, ഇപ്പോൾ പട്ടുപാവാട ധാവണി കുട്ടിയുടുപ്പൊക്കെ ഇട്ട് കിടക്കേണ്ട പ്രായം. ഇതൊരിക്കലും വലുതായി ഇടുമ്പോൾ ഈ ഒരു ഭംഗി കിട്ടില്ല എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ബുക്കിൽ അവിടെ വാങ്ങി. മിത്തുവിന് ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അവിടെ. വലിയ വില വ്യത്യാസമുണ്ട്. ഷോപ്സിൽ എല്ലാ ആഴ്ചയും ബുക്ക് വാങ്ങുന്നതാണ്. കാരണം 150 റുപ്പീസിനൊക്കെ നല്ല ബുക്ക്സ് കിട്ടും അവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആഴ്ചയും എന്ന് പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഒരു ബുക്ക് എന്നുള്ള ഡീലാണ്. മറ്റേത് 2 ദിവസം കൊണ്ട് വായിച്ചു തീർക്കും. അത് അപ്പോൾ നമുക്ക് മുതലാവില്ല. പിന്നെ 10th അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബെൽജിയൻ വോഫിൾ കഴിക്കാൻ പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മിത്തുക്കുട്ടി മാത്രം വാങ്ങി. രംഷേട്ടനൊന്നും കഴിച്ചില്ല. രംഷേട്ടൻ ഇപ്പം പുറത്തത്തെ ഫുഡ് മാക്സിമം കഴിക്കാറില്ല. അങ്ങനെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കും. അങ്ങനെയാണ്. അപ്പം ഞാനും അങ്ങനെ കഴിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇന്നെന്തോ എനിക്ക് ഇത് കഴിക്കാൻ തോന്നി. പക്ഷേ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല ഹൽദിറാമിലായിട്ട്. പ്രശാന്ത് കോർണറിലാണ് ഇത് അടിപൊളി. ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കഴിക്കേണ്ടിയിരുന്നില്ല എന്നായി എനിക്ക് സേവ്പൂരി ഇത്രയും തല്ലിപ്പൊളി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ പിന്നെ മനസ്സിലായത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്നത്തെ കുട്ടി വ്ളോഗ് എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വ്ളോഗ്സ് വേണമെങ്കിൽ പറയൂ, ഞാൻ എന്തായാലും ഇടാം കേട്ടോ.